വയനാട് ചെമ്പ്ര പീക്ക് ഇക്കോ ടൂറിസം ഫണ്ട് തിരിമറിയിൽ 3 ജീവനക്കാർക്കെതിരെ നടപടി. വനസംരക്ഷണ സമിതി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. പി ബിനീഷ്, MA രഞ്ജിത്ത്, VP വിഷ്ണു എന്നിവർക്കെതിരെയാണ് നടപടി. 2021 ഓഗസ്റ്റ് മുതൽ 2024 ഏപ്രിൽ വരെയുള്ള ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയാണ് തിരിമറി നടത്തിയതായി കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇതിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം സുർജിത്ത് തന്നെ അവിടെ നടത്തിയിരുന്നു. ആ മട്ടിൽ നമ്മൾ നിരവധി റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു. അതിലിപ്പോഴൊരു നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൽ വനംവകുപ്പിന്റെ തന്നെ കണ്ടെത്തൽ? ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള കണ്ടെത്തലുണ്ടായിരിക്കുന്നു. ക്രമക്കേട് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ വയനാട് സൗത്ത് DFOയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിമാരുടെ ചുമതല വഹിച്ചിരുന്ന 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ചെമ്പ്ര എന്ന് പറയുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ്. ചെമ്പ്ര പീക്ക് കൊടുമുടിയിലേക്ക് ട്രക്കിംഗ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വനസംരക്ഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം തന്നെ നടന്നിരുന്നത്. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള സമിതിയാണ്. പക്ഷേ പലപ്പോഴും ഉദ്യോഗസ്ഥർ കൃത്യമായി കണക്ക് വയ്ക്കുകയോ മറ്റോ ഒന്നും ചെയ്യാറില്ല എന്നുള്ള തരത്തിലാണ്. അത് എത്ര നിർബന്ധിച്ചാലും അത് ലഭിക്കാറില്ല എന്നുള്ളതാണ് ഈ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. നേരത്തെ ഈ സെക്രട്ടറിമാരുടെ ചുമതല ഉദ്യോഗസ്ഥർക്കാണ്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണ് ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള വീഴ്ച ഉണ്ടായതായുള്ള കണ്ടെത്തൽ. മാത്രമല്ല ക്രമക്കേട് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് 2021 ആഗസ്റ്റ് മുതൽ 2024 ഏപ്രിൽ വരെയുള്ള കാലത്തിനിടയിൽ വരുമാനമായി ലഭിച്ച 16,01,931 രൂപ അതിൻ്റെ കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തലുണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് സൗത്ത് DFO ആയിരുന്ന ഷജ്ന കരീമാണ് ഈ ക്രമക്കേട് കണ്ടെത്തുന്നത്. ഇതിനുശേഷം ഈ തുക ഇവരെ കൊണ്ട് തിരിച്ച് അടപ്പിച്ചിരുന്നു. പക്ഷേ മറ്റ് നടപടികൾ തുടരുകയായിരുന്നു. അതായത് അന്വേഷണം അടക്കമുള്ള നടപടികൾ തുടരുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCF നിയോഗിച്ച ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PP ബിനീഷ്, MA രഞ്ജിത്ത്, ഒപ്പം തന്നെ VP വിഷ്ണു എന്നിവർക്ക് ഈ സെക്രട്ടറിമാരുടെ ചുമതല വഹിച്ചിരുന്നവരാണ്. ഇവർ കൃത്യമായി ഈ ഫണ്ട് ഈ DFOയുടെ അക്കൗണ്ടിലേക്ക്, അതായത് വനംവകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായ രീതിയിൽ അടയ്ക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് DFO ആയിട്ടുള്ള മാർട്ടിൻ ലോവൽ ഇപ്പോൾ 3 പേരെയും സസ്പെൻഷൻ ചെയ്യുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.